മാക്സിമം ഡിലേ ആക്കിയിട്ട് 9:45 എത്തിയത്. NCC എന്നായിരുന്നു. പിന്നെ സ്ക്യൂബ ഡൈവിങ്, സ്വിമ്മിങ് പഠിക്കാൻ പോണു, നമ്പർ വാങ്ങുന്നു, ചാറ്റ് ചെയ്യുന്നു, ഫ്രണ്ട്സ് ആവുന്നു, വിളിക്കുന്നു, അങ്ങനെ കുറെ പോയി. കുറെ കഷ്ടപ്പെടണ്ടായിരുന്നു. ജോലിയൊന്നും ആയിട്ടില്ല ആ സമയത്ത്. കിട്ടുമെന്നും പ്രതീക്ഷയില്ല. മാസം തോറും വന്ന് കാണും. ഓരോ മാസം എന്തെങ്കിലും ക്യാറ്ററിംഗ് പൈസ ഉണ്ടാക്കും, വന്ന് കാണും. റെയിൽവേ സ്റ്റേഷനിൽ ചെന്നിരിക്കും, 10 രൂപയുടെ പ്ലാറ്റ്ഫോം ടിക്കറ്റ് എടുക്കും, അവിടെ ഇരിക്കും, കഥ പറയും. എല്ലാവരും ഫ്രണ്ട്സ് നല്ലോണം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരെ മറന്നൊന്നും പറയില്ല, എല്ലാത്തിനും കൂടെ ഉണ്ടായിരുന്നു. കാരണം വീട്ടുകാർ തന്നെ എതിർത്താലും അവർ നന്നായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. എന്ത് വന്നാലും ബാക്ക് ബോണായിട്ട് അവരുണ്ടായിരുന്നു. ആളും പോലീസ് തന്നെയാണ്. അപ്പോൾ അതിൻ്റെ
എന്ത് ഷോയാടാ അന്ന് വലിയ യൂണിഫോം ഇട്ട് മൈൻഡോടെയും ചെയ്യാറില്ല. അതുകൊണ്ട് ഭയങ്കര പഠിത്തമായിട്ട് പഠിപ്പിച്ച ഏടാ അവൾ അങ്ങനെയൊന്നും അല്ലടാ ഫ്രണ്ട്ലി എന്ന് പറയാൻ തുടങ്ങിയത്. അങ്ങനെ കൂടുതൽ കമ്പനി ആവുകയും പിന്നെ അഡോണ ചേച്ചി കുറേ പേരുണ്ട് ഇവിടെ നിൽക്കുന്നത്. ആനന്ദ് അതൊക്കെ ഇപ്പം വന്നിട്ടുണ്ടായിരുന്നു. വാട്ട് വിൽ ഹാപ്പൻ ലൈഫ് മസ്റ്റ് ഗോ. നമ്മൾ ആഗ്രഹിച്ചതിന് വേണ്ടി മാക്സിമം ട്രൈ ചെയ്യുക. കിട്ടും, അല്ലെങ്കിൽ തൊട്ട് താഴ്ത്തെങ്കിലും നടക്കും. പിന്നെ എപ്പോഴും ഒരു പോസിറ്റീവ് മെൻറ്റാലിറ്റി എടുക്കുക. എന്ത് വന്നാലും നമുക്കൊരു എക്സ്പീരിയൻസ് ആയിട്ട് എടുക്കാൻ നോക്കാം. അല്ലാണ്ട് നമ്മളതിനെ പറ്റി ടെസ്റ്റ് പഠിച്ചിട്ടൊരു കാര്യമില്ല. എൻ്റെ നെഹൂനാണ് എന്താ പറഞ്ഞാലും നെഹൂന. Hriday